അവധിയില്ലാത്ത ഓണക്കാലത്ത് ലീവെടുത്ത് വിരുന്നുകാരനായി സ്വന്തം വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ഒരുമിച്ച് ഓണമുണ്ട പ്രിയപ്പെട്ട പലരെയും ചുമർചിത്രങ്ങളിൽ കാണുന്ന നിമിഷം ഓർമ്മയിലേക്ക് കടന്നു വരുന്ന ഒരു ഓണക്കാലമുണ്ട്. 10 ദിവസത്തേക്ക് സ്കൂൾ പൂട്ടുന്ന കുട്ടിക്കാലത്തെ ഗൃഹാതുരത്വം നിറഞ്ഞ മനോഹരമായ ഓണക്കാലം. അവധിക്കാല പ്രവർത്തനങ്ങൾ എഴുതേണ്ട പുസ്തകങ്ങളുടെ ഭാരം നിറച്ച ഒരു വള്ളി പൊട്ടിയ ബാഗ് വീട്ടിലൊരു മൂലയിൽ ഇറക്കി വെച്ച് പൂ പറിക്കാൻ ചേച്ചിമാരോടും അയൽപക്കത്തെ ബാല്യകാല സുഹൃത്തുക്കളോടുമൊത്ത് ഞാൻ പാടത്തേക്ക് ഇറങ്ങുമായിരുന്നു. പിന്നീട് ചേമ്പിന്റെ ഇലയിൽ ഈർക്കിൾ കുത്തി കുമ്പിളുണ്ടാക്കി തുമ്പയും മുക്കുറ്റിയും ഒക്കെ അതിൽ നിറയ്ക്കാനുള്ള മത്സരം തുടങ്ങുകയായി. അട്ടയെ ഭയന്ന് പാടത്തിറങ്ങുന്ന ചേച്ചിയെ മാത്രം അട്ട തേടിപ്പിടിച്ചു കടിക്കും. തുടർന്നുള്ള ചേച്ചിയുടെ വെപ്രാള പ്രകടനങ്ങൾ ഞങ്ങൾക്കൊരു വിനോദമായി തീരുകയും ചെയ്യും. പൂക്കളമിടാനുള്ള നിലം ചാണകം മെഴുകിയിരുന്നത് അച്ചമ്മയായിരുന്നു. സദ്യക്കുള്ള പച്ചക്കറികൾ വാങ്ങാൻ പോയപ്പോൾ അച്ചച്ചൻ കൃഷ്ണേട്ടന്റെ കടയിൽ നിന്ന് ഒരു മഞ്ഞ ഷർട്ട് ഓണക്കോടിയായി എനിക്ക് വാങ്ങി തന്നു. അമ്മ തയ്യാറാക്കുന്ന വിഭവസമൃദ്ധമായ സദ്യ നിലത്ത് പായ വിരിച്ച് എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിച്ചു തീർക്കും. പിന്നീട് പായസവും കുടിച്ചു തീർത്ത് അമ്മയുടെ വീട്ടിലേക്കുള്ള യാത്ര തിരിക്കും. അമ്മ വീട്ടിലെ അവധിക്കാല സുഖവാസത്തിനു ശേഷം സ്കൂൾ തുറക്കുന്നതിന്റെ തലേ ദിവസം സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന വഴിയായിരിക്കും അവധിക്കാല പ്രവർത്തനങ്ങൾ എഴുതാനുണ്ടല്ലോ എന്ന് ആദി പിടിക്കുക. വീട്ടിലെത്തി പുസ്തകം എടുക്കാനായി ബാഗ് തുറക്കുമ്പോൾ അതിനേക്കാളേറെ ആദി പിടിപ്പിച്ചുകൊണ്ട് 10 ദിവസമായി കഴുകാത്ത ചോറ്റുപാത്രവും ബാഗിൽ നിന്ന് കിട്ടും. പിന്നാലെ അമ്മയുടെ കയ്യിൽ നിന്ന് വടിയുടെ ചൂടറി. കാലങ്ങൾക്കിപ്പുറം ജീവിതത്തിലെ നെട്ടോട്ടങ്ങൾക്കിടയിൽ ആ ആദികളെല്ലാം മധുരമുള്ള ഓർമ്മകളാണ്. ആ ഓർമ്മകൾ സമ്മാനിച്ച ചുമർ ചിത്രങ്ങളിലെ പ്രിയപ്പെട്ടവരുടെ ശബ്ദം ഓർത്തെടുക്കാൻ കഴിയാത്ത വിധം അവരെ മറന്നുകൊണ്ടിരിക്കുകയാണെന്ന യാഥാർത്ഥ്യം മാത്രമാണിപ്പോൾ എന്നെ ആദി പിടിപ്പിക്കുന്നത്. ഈ ഓണം പോലെ വരുംകാല ഓണങ്ങളും അവരെക്കുറിച്ചുള്ള മധുരമുള്ള ഓർമ്മകൾ സമ്മാനിച്ചുകൊണ്ട് കടന്നു പോകുക എന്നതുകൂടിയാണ് ഞാൻ ആഗ്രഹിക്കുന്ന ഓണാഘോഷം.